നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ആരുടെ നമ്പർ വേണമെങ്കിലും എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇപ്പോൾ കോൾ ബട്ടണും കോൺടാക്റ്റും ഒക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ ഈ ലോക്കൊക്കെ അൺലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് കോൾ ചെയ്യാൻ കൊടുക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ അൺലോക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ സമയത്ത് അവർ ഒരാളുടെ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്പറൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് സ്വകാര്യമായിട്ട് കോൾ ചെയ്യേണ്ടതും ചാറ്റ് ചെയ്യേണ്ടതും ഒക്കെ ആൾക്കാരുണ്ടാവും. ഇത്തരം ഫോൺ നമ്പറുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മൾ ഹൈഡ് ചെയ്ത കോൺടാക്റ്റ് നമ്പർ ആർക്കും നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ കാണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ നമ്പറും ഡീറ്റെയിൽസും ഒന്നും നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ നമുക്ക് വളരെ അനായാസം ഇവരുടെ കോൺടാക്റ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും, വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാൻ സാധിക്കും, എല്ലാം സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇതിനായിട്ട് ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷനിലൂടെ നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ കാൽക്കുലേറ്റർ, നമ്മൾ എന്തെങ്കിലും നമ്പറിലൂടെ നമുക്കത് ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് നമ്പർ പാസ്വേഡിലൂടെയും ലോക്ക് ചെയ്യാം. എനിക്ക് എളുപ്പം ബ്ലോക്ക് പാറ്റേൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാറ്റേൺ ലോക്ക്. ഞാൻ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതുതായിട്ട് പാറ്റേൺ ലോക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. എന്താണ് നമ്മൾ പാറ്റേൺ ലോക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഒരു തവണ കൊടുക്കുക. അപ്പോൾ വീണ്ടും കൊടുക്കാൻ പറയും, വീണ്ടും ഒരു തവണ കൂടി അതേ പാറ്റേൺ കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആകും. ഇനി നിങ്ങൾക്ക് ഇവിടെ മെയിൽ ID എൻ്റർ ചെയ്യേണ്ട ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ID തന്നെ ഇവിടെ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ ആ കോൺടാക്റ്റ് തിരിച്ചെടുക്കണമെങ്കിൽ ഇമെയിൽ IDയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. ശേഷം ഇവിടെ ഫൈനലൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കേണ്ട ബട്ടൺ കിട്ടും. ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ കോൺടാക്റ്റ് നമ്പറും ഇതിൽ കാണിക്കുന്നതാണ്. ഇതിൽ നിന്ന് ഏത് കോൺടാക്റ്റാണ് ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഒരു കോൺടാക്റ്റ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഈ കോൺടാക്റ്റ് എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിൽ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം എക്സാമ്പിൾ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഈ കോൺടാക്റ്റ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ നമ്പർ കോപ്പി ചെയ്യാനും നോക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി ഞാൻ നേരെ ആപ്ലിക്കേഷനകത്തേക്ക് തന്നെ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ എപ്പോഴും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. ഞാൻ പാറ്റേൺ ആണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ ഇവിടെ എക്സാമ്പിൾ കോൺടാക്റ്റ് ഹൈഡ് ചെയ്യുകയാണ്. അതിനായിട്ട് വലതുഭാഗത്ത് ഐക്കൺ കാണാം. ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അത് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ എക്സാമ്പിൾ കോൺടാക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഹൈഡ് ആയിട്ടുണ്ട്. ഇനി അത് കാണിക്കുന്നതല്ല. ഇനി എനിക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനില്ലേ അതൊന്നുകൂടി ഓപ്പൺ ചെയ്യാം. എല്ലാ തവണയും ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ ലോക്കോ പാസ്വേഡോ അടിക്കേണ്ടി വരും. ഇനി ഇതിൽ എവിടെയാണ് ആ ഹൈഡ് ചെയ്ത കോൺടാക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹിഡൻ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോക്ക് ചെയ്ത കോൺടാക്റ്റ് ഇതിനകത്ത് ഉണ്ടാവും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഡയൽ പാഡിൽ ആ നമ്പർ ഓപ്പൺ ആയി കിട്ടുന്നതാണ്. എന്നിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലേക്കും അയാൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇനി പേരും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്പർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് ആ നമ്പർ വന്നോളും. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലോഗോവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാൻ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചേഞ്ച് ഐക്കൺ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ, മ്യൂസിക് ഐക്കൺ മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓണായി കിട്ടുക. 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.